ഫാറൂഖാബാദിന്റെ കലാകിരീടത്തിനായി കൊമ്പുകോർക്കുന്ന ഫോസ്ലാവ 2K17 ഇത് രണ്ടാം ദിനം. തിരശീല ഉയർന്നപ്പോൾ മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് 3 വേദികളും സാക്ഷ്യം വഹിച്ചത്. പരിപാടികൾ ഏതാണ്ട് അവസാനിക്കാറാവുമ്പോൾ ഇത്തവണയും SS കിരീടം നിലനിർത്തുമോ അതോ സെക്കൻഡ് DC ചരിത്രം മാറ്റിയെഴുതുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഫാറൂഖാബാദിന്റെ ലഹരിയായ ഫോസ്ലാവ 2K17 രണ്ടാം ദിനത്തിൽ കവിതാപാരായണം, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, ഫോക്ലോർ, എക്സ്ട്രീം വെറൈറ്റി എന്നീ മത്സരങ്ങളായിരുന്നു 3 വേദികളിലായി അരങ്ങേറിയത്. കാടിന്റെ മക്കളുടെ കഥ പറഞ്ഞും സ്പെയിൻ, പഞ്ചാബ് തുടങ്ങിയ നാടുകളിലെ കലാവൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തിയും കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളായ മുടിയാട്ടം, കുമ്മാട്ടിക്കളി, അലാമിക്കളി എന്നിവ കാഴ്ചവെച്ചും ഫോക്ലോർ മത്സരം കാണികളെ വിസ്മയിപ്പിച്ചു. ഫറൂഖ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ അഡ്വൈസർ, അതുപോലെ തന്നെ എല്ലാ ഹോസ്റ്റലുകളുടെയും പ്രവോസ്റ്റ് കൂടിയാണ് റഹീം സർ. തുടർച്ചയായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവലുകളിൽ ഹോസ്റ്റലുകൾ നടത്തിവരുന്നൊരു മുന്നേറ്റം നമ്മൾ കാണുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന രീതിയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവരുടെ കലാജീവിതത്തിൽ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട് സർ? ഫറൂഖ് കോളേജ് ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ എല്ലാ രംഗത്തും കലാ, കായിക, അതേപോലെ അവരുടെ പഠന രംഗത്തൊക്കെ തന്നെ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഹോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ കൂട്ടായ പ്രവർത്തനം അവർ എല്ലാം മറന്ന് അവർ ഈ സമയത്തൊക്കെ തന്നെ വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൂം സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ വേണ്ടത്ര സാമ്പത്തിക സഹായവും ഹോസ്റ്റലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഫോസ്ലാവ 2K17 മുഖ്യാകർഷണമായ എക്സ്ട്രീം വെറൈറ്റി മത്സരമായിരുന്നു മത്സരാർത്ഥികൾക്ക് വെല്ലുവിളിയായി തീർന്നത്. 20 മിനിറ്റിൽ വ്യത്യസ്ത തീമുകളായി ഒരുക്കിയ കലാവിരുന്ന് വേദിയെ വർണ്ണാഭമാക്കി. 7 ടീമുകളും സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരുന്നു അവതരിപ്പിച്ചത്. വളരെ നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള ഒരു ഫൈൻ ആർട്സ് ഡേ കൂടിയാണ് നമുക്ക് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ഫോസ്ലാവ 2017 തിരശീല വീയാൻ ഇനി ഏകദേശം കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 2 ആഴ്ച കാലയളവിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഓഫ് സ്റ്റേജ് ഇവൻറ്റുകൾ ശേഷം ഈ 2 ദിവസങ്ങളിലായി നടന്ന സ്റ്റേജ് ഇവൻറ്റുകളിലും ഒട്ടനവധി മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് ഈ ഫൈൻ ആർട്സിലൂടെ സാധിച്ചിട്ടുണ്ട്. രണ്ടാഴ്ചയായി ഫറൂഖ് കോളേജിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഫോസ്ലാവ 2K17 അവസാന നിമിഷങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഫറൂഖ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണ സന്തുഷ്ടനാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും ബി സോൺ, ഇന്റർ സോൺ കലാകിരീടങ്ങൾ ഫറൂഖ് കോളേജിൻ്റെ മണ്ണിലേക്ക് തന്നെ എത്തിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അതിലേക്കാണ് മത്സരങ്ങളുടെ കാഠിന്യത നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സര ഇനങ്ങൾ അവസാനിക്കുമ്പോഴും കാണികൾ വളരെയധികം ആകാംക്ഷാഭരിതരാണ്. പ്രധാനമായും ഹോസ്റ്റലുകളുടെ കുത്തകയായിരുന്ന ഫൈൻ ആർട്സിൽ ഇത്തവണ ഡേ സ്കോളേഴ്സിന്റെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണ്. 194 പോയിന്റുമായി 4ാം വർഷവും SS ഹോസ്റ്റൽ വിജയകിരീടം നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ വർഷം 2ാം സ്ഥാനം നേടിയ IDBയെ 56 പോയിന്റ് പിന്നിലാക്കിക്കൊണ്ട് 123 പോയിന്റോടുകൂടി സെക്കൻഡ് DC പുതിയ ചരിത്രം കുറിച്ചു.
കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലാപ്രതിഭ PG സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയുമായ അനുനന്ദയാണ്. ഫോസ്ലാവ 2K17 ചിത്രപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാസിത് മോൻ KP ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബാസിത്ത് എക്സ്പീരിയൻസ്? വളരെ എക്സൈറ്റഡ് ആയി ചിത്രപ്രതിഭ എന്നുള്ള അവാർഡ് കിട്ടിയപ്പോൾ. ഇനി എന്താ പറയുക, ബി-സോൺ ഇന്റർസോൺ എന്നീ തലങ്ങളിൽ വളരെ ഇതായിട്ട് ഇറങ്ങണം, പ്രാക്ടീസ് ചെയ്തിട്ട് ഇറങ്ങണം. വളരെ സന്തോഷമുണ്ട്. ഫോസ്ലാവ 2K17 ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിന് ഇവിടെ അന്ത്യം കുറിക്കുമ്പോൾ ധാരാളം പുത്തൻ അനുഭവങ്ങളും പ്രതീക്ഷകളുമാണ് ഓരോ ഫാറൂഖിയനും അനുഭവിച്ചറിയാനായത്. തമ്മിൽ പോരാടിയ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബി-സോൺ ഇന്റർസോൺ കലാകിരീടം ഫാറൂഖാബാദിൻ്റെ മണ്ണിൽ നിലനിർത്തുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കാം. മറ്റൊരു ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിനായി നമുക്ക് കാത്തിരിക്കാം.